ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ മൊഡ്യൂളിലേക്കാണ് കടക്കുന്നത്. നാലാമത്തെ മൊഡ്യൂളിൻ്റെ പേര് സോവറിനിറ്റി, പരമാധികാരം. അപ്പോൾ പരമാധികാരം എന്താണ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പരമാധികാരങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് നാലാമത്തെ മൊഡ്യൂളിൻ്റെ ആദ്യ ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക, സോവറിനിറ്റി, പരമാധികാരം. അപ്പോൾ എന്താണ് പരമാധികാരം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൂപ്പറാനസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് സോവറിനിറ്റി, പരമാധികാരം എന്ന വാക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ സൂപ്പറാനസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം മേധാവിത്വം എന്നാണ്. അപ്പോൾ മേധാവിത്വം എന്ന അർത്ഥം വരുന്ന സൂപ്പറാനസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് സോവറിനിറ്റി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം വരുന്നത്. അപ്പോൾ എന്താണ് സോവറിനിറ്റി എന്ന് ചോദിച്ചാൽ, ബാഹ്യമായ നിയന്ത്രണങ്ങളില്ലാത്ത സ്വന്തം അതിർത്തിക്കുള്ളിൽ ഒരു രാഷ്ട്രം കൈയാളുന്ന മേധാവിത്വമാണ് സോവറിനിറ്റി അല്ലെങ്കിൽ പരമാധികാരം. മനസ്സിലായോ? അതായത് പുറത്തുനിന്നുള്ള നിയന്ത്രണങ്ങളില്ലാതെ സ്വന്തം അതിർത്തിക്കുള്ളിൽ ഒരു രാഷ്ട്രം കൈയാളുന്ന മേധാവിത്വത്തെയാണ് നമ്മൾ പരമാധികാരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന് അതിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉള്ള മേധാവിത്വമാണ് ഏത്, പരമാധികാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പരമാധികാരമില്ലാത്ത ഒരു രാഷ്ട്രവും ഇല്ല. പരമാധികാരമില്ലാത്ത ഒരു രാഷ്ട്രവുമില്ല. പരമാധികാരം എന്ന പദം ഇന്നത്തെ അർത്ഥത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജീൻ ബോഡിൻ എന്ന് പറയുന്ന ചിന്തകനാണ്. 1576 ജീൻ ബോഡിനാണ് ആദ്യമായിട്ട് പരമാധികാരം, സോവറിനിറ്റി എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഇന്നത്തെ അർത്ഥത്തിൽ ഉപയോഗിച്ചത്. ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തോടു കൂടി രാഷ്ട്രവും പരമാധികാരമൊക്കെ ആരുടെ കയ്യിൽ ഒതുങ്ങി, രാജാവിൻ്റെ കയ്യിൽ ഒതുങ്ങുകയാണ് ഉണ്ടായത്. ദേശരാഷ്ട്രങ്ങൾ രൂപീകൃതമായതോടുകൂടി രാഷ്ട്രവും പരമാധികാരമൊക്കെ രാജാവിൽ ഒതുങ്ങി. ഓക്കെ, സോവറിനിറ്റി അല്ലെങ്കിൽ പരമാധികാരത്തെ പറ്റി പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജീൻ ബോഡിന് പറയുന്നത്, ബാഹ്യമായ പ്രേരണകളില്ലാതെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരിലും എല്ലാ സംഘടനകളിലും നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പരമാധികാരം എന്ന് പറയുന്നത് രാജാവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, രാഷ്ട്രത്തിൻ്റെ പരമാധികാരം എല്ലാ പൗരന്മാരിലും സംഘടനകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നാണ് ജീൻ ബോഡിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ജോൺ ഓസ്റ്റിനെ പോലുള്ള പണ്ഡിതന്മാർ പരമാധികാരത്തെക്കുറിച്ചുള്ള ആധുനിക സിദ്ധാന്തം രൂപീകരിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ജോൺ ഓസ്റ്റിന് പരമാധികാരത്തെക്കുറിച്ചുള്ള ഒരു ലീഗലിസ്റ്റിക് കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. ജോൺ ഓസ്റ്റിനാണ് പരമാധികാരത്തെക്കുറിച്ചുള്ള നിയമാനുസൃതമായ സമീപനം, അതായത് ഒരു ലീഗലിസ്റ്റിക് കാഴ്ചപ്പാട് പരമാധികാരത്തിന് കൊണ്ടുവന്ന പണ്ഡിതനാണ് ആര്, ജോൺ ഓസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ രാഷ്ട്രീയ സമൂഹങ്ങൾക്കും പരമാധികാരം അത്യാവശ്യമാണ്. ജോൺ ഓസ്റ്റിൻ പറയുന്നത് ഏതൊരു രാഷ്ട്രത്തിനും ഏതൊരു രാഷ്ട്രീയ സമൂഹത്തിനും പരമാധികാരം അത്യാവശ്യമാണ്. കാരണം പരമാധികാരമില്ലാതെ നിയമമില്ലാതെ ഒരു രാഷ്ട്രവും ഉണ്ടാവില്ല എന്നാണ് ആര് പറയുന്നത്, ജോൺ ഓസ്റ്റിൻ പറയുന്നത്. അപ്പോൾ ജോൺ ഓസ്റ്റിനാണ് പരമാധികാരത്തെക്കുറിച്ചുള്ള ലീഗലിസ്റ്റിക് കാഴ്ചപ്പാട് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പരമാധികാരം ഏതൊരു രാഷ്ട്രീയ സമൂഹത്തിനും അത്യാവശ്യമാണ്. കാരണം പരമാധികാരമില്ലാതെ നിയമമില്ലാതെ രാഷ്ട്രീയ സമൂഹമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? രാഷ്ട്രത്തിൻ്റെ പരമാധികാരം അനിയന്ത്രിതമാണ്. രാഷ്ട്രത്തിൻ്റെ പരമാധികാരം നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് എന്നാണ് ആര് പറയുന്നത്, ജോൺ ഓസ്റ്റിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ രാഷ്ട്രത്തിൻ്റെ പരമാധികാരം അനിയന്ത്രിതമായി അങ്ങനെ മാറാൻ പാടില്ല എന്നാണ് പ്ലൂരലിസ്റ്റ് ചിന്തകന്മാർ പറയുന്നത്. അപ്പോൾ മറ്റൊരു വിഭാഗം മെയ്റ്റ്ലാൻഡിനെ പോലുള്ള പ്ലൂരലിസ്റ്റുകൾ പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പരമാധികാരം അനിയന്ത്രിതമാവരുത്, രാഷ്ട്രത്തിൻ്റെ പരമാധികാരം അനിയന്ത്രിതമാകുന്നത് അത്ര നല്ലതല്ല എന്നൊക്കെയുള്ള കാഴ്ചപ്പാടാണ് ആര് പറയുന്നത്, പ്ലൂരലിസ്റ്റ് ചിന്തകന്മാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ പരമാധികാരം രാഷ്ട്രത്തിനും മറ്റു സംഘടനകൾക്കും ഇടയിൽ വിഭജിക്കണം എന്നാണ് പ്ലൂരലിസ്റ്റുകൾ വാദിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പരമാധികാരം രാഷ്ട്രത്തിന് മാത്രമായിരിക്കണം, രാഷ്ട്രത്തിന്റെ പരമാധികാരം അനിയന്ത്രിതമാണെന്നാണ് ജോൺ ഓസ്റ്റിനെ പോലുള്ള ലീഗലിസ്റ്റ് ചിന്തകന്മാർ പറയുന്നതെങ്കിൽ പരമാധികാരം അനിയന്ത്രിതമാകരുത്, അത് മറ്റ് സംഘടനകൾക്കിടയിൽ, രാഷ്ട്രത്തിനും മറ്റ് സംഘടനകൾക്കും ഇടയിൽ വിഭജിച്ച് പോകണം എന്നാണ് ആര് പറയുന്നത്, പ്ലൂരലിസ്റ്റുകൾ വാദിക്കുന്നത്. ഏതായാലും ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്, പരമാധികാരം എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും പ്രധാന പഠന വിഷയം കൂടിയാണ് ഏത്, പരമാധികാരം അല്ലെങ്കിൽ സോവറിനിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക, ടൈപ്സ് ഓഫ് സോവറിനിറ്റി. പലതരത്തിലുള്ള പരമാധികാരങ്ങളുണ്ട്. അപ്പോൾ പരമാധികാരത്തെ നമുക്ക് പ്രധാനമായിട്ടും 3 തരംതിരിക്കാൻ പറ്റും.
ഒന്ന് ലീഗൽ സോവറിനിറ്റി, നിയമപരമായിട്ടുള്ള പരമാധികാരമുണ്ട്. 2 പൊളിറ്റിക്കൽ സോവറിനിറ്റി, രാഷ്ട്രീയപരമായിട്ടുള്ള പരമാധികാരമുണ്ട്. 3 പോപ്പുലർ സോവറിനിറ്റി, ജനകീയ പരമാധികാരമുണ്ട്. അപ്പോൾ പരമാധികാരത്തെ പൊതുവെ 3ആയിട്ട് തരംതിരിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തത് ലീഗൽ സോവറിനിറ്റിയാണ്. അപ്പോൾ ലീഗൽ സോവറിനിറ്റി എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നിയമത്തിൻ്റെ വീക്ഷണത്തിലൂടെയുള്ള പരമാധികാരത്തെയാണ് നമ്മൾ നിയമപരമായ പരമാധികാരം എന്ന് പറയുന്നത്. നിയമത്തിൻ്റെ വീക്ഷണത്തിലൂടെയുള്ള പരമാധികാരമാണ് നിയമപരമായ പരമാധികാരം, ലീഗലിസ്റ്റിക് സോവറിനിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അന്തിമ കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ നിയമപരമായി അവകാശമുള്ള വ്യക്തിയിലോ വ്യക്തികൾ ചേർന്ന സമിതിക്കോ ആണ് ലീഗൽ സോവറിനിറ്റി ഉള്ളത്. അപ്പോൾ ലീഗൽ സോവറിനിറ്റി ആർക്കാണുള്ളത്? അതായത് ഒരു രാജ്യത്തെ അന്തിമ കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ നിയമാനുസൃതമായി അംഗീകാരമുള്ള ഒരു വ്യക്തിക്കോ ഒരു കൂട്ടം ആളുകൾക്കോ ആണ് ലീഗൽ സോവറിനിറ്റി ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ ലീഗൽ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരമാധികാരമാണ് ലീഗൽ സോവറിനിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു രാഷ്ട്രത്തിനകത്ത് അന്തിമ കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ നിയമപരമായിട്ട് അംഗീകാരമുള്ള വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കോ ആണ് ഏതുള്ളത്? ലീഗൽ സോവറിനിറ്റി ഉള്ളത് എന്നെന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിയമപരമായ പരമാധികാരം എന്ന് പറഞ്ഞാൽ അത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നിയമപരമായ പരമാധികാരിയിൽ നിന്നും വരുന്ന നിയമങ്ങൾ മാത്രമേ കോടതി എന്ത് ചെയ്യുള്ളൂ? അംഗീകരിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ലീഗൽ സോവറിനിറ്റി ഉള്ള വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിൽ നിന്നോ വരുന്ന നിയമങ്ങൾ മാത്രമേ ആരും അംഗീകരിക്കുള്ളൂ? കോടതി അംഗീകരിക്കുള്ളൂ, കോടതി പ്രയോഗിക്കുള്ളൂ. അപ്പോൾ ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് ശിക്ഷക്ക് വിധേയവും ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിയമപരമായ പരമാധികാരി പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾ മാത്രമേ കോടതി അംഗീകരിക്കുള്ളൂ, അത് മാത്രമേ കോടതി പ്രയോഗിക്കുള്ളൂ. ഇത്തരം നിയമങ്ങൾ, നിയമപരമായ പരമാധികാരിയിൽ നിന്നും വരുന്ന നിയമങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ അത് ശിക്ഷക്ക് വിധേയമായിരിക്കും എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പക്ഷേ നിയമപരമായ പരമാധികാരത്തിന് ലീഗൽ സോവറിനിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. അത് രാഷ്ട്രീയ പരമാധികാരത്തിൻ്റെ താഴെ വരുള്ളൂ. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ബ്രിട്ടീഷ് പാർലമെൻറ്റിനാണ് നിയമപരമായ പരമാധികാരമുള്ളത്. ബ്രിട്ടനിൽ പാർലമെൻറ്റിനാണ് നിയമപരമായ പരമാധികാരമുള്ളത്. അവിടെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ കോടതി അംഗീകരിക്കുള്ളൂ. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ മാത്രമേ അവിടെ കോടതി അംഗീകരിക്കുള്ളൂ. പക്ഷേ ഈ പാർലമെൻറ്റ് അംഗങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികളാണ്, അല്ലേ? ജനങ്ങളുടെ അഭിപ്രായത്തിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് ബ്രിട്ടനിൽ നിയമം നിർമ്മിക്കാനും ബ്രിട്ടനിൽ നിയമങ്ങൾ പുറപ്പെടുവിക്കാനൊക്കെ ഉള്ള പരമാധികാരം എന്ന് പറയുന്നത് പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളെ കോടതി അവിടെ അംഗീകരിക്കുന്നുള്ളൂ. പക്ഷേ പാർലമെൻറ്റിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ഈ പാർലമെൻറ്റ് അംഗങ്ങൾ ജനങ്ങളുടെ ആഗ്രഹത്തിനും അതുപോലെ തന്നെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ലീഗൽ സോവറിനിറ്റി എന്തിൻ്റെ താഴെയാണ്? രാഷ്ട്രീയ പരമാധികാരത്തിന്, പൊളിറ്റിക്കൽ സോവറിനിറ്റിക്ക് താഴെ വരുള്ളൂ എന്നുള്ളത് നിങ്ങളിവിടെ പ്രത്യേകം എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി അടുത്ത പരമാധികാരമാണ് പൊളിറ്റിക്കൽ സോവറിനിറ്റി. പൊളിറ്റിക്കൽ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പരമാധികാരത്തെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സോവറിനിറ്റി, അതായത് പരമാധികാരത്തിൻ്റെ യഥാർത്ഥ ഉറവിടമായിട്ട്, പരമാധികാരത്തിൻ്റെ യഥാർത്ഥ സോഴ്സ് ആയിട്ട് നമ്മൾ കാണേണ്ടത് എന്തിനാണ്? പൊളിറ്റിക്കൽ സോവറിനിറ്റിയാണ് എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. നിയമപരമായ പരമാധികാരത്തിൻ്റെ, ലീഗൽ സോവറിനിറ്റിയെ സ്വാധീനിക്കാനുള്ള ശക്തി എന്തിനുണ്ട്? പൊളിറ്റിക്കൽ സോവറിനിറ്റിക്കുണ്ട്. മനസ്സിലായോ? അതായത് നിയമപരമായ പരമാധികാരത്തെ പോലും സ്വാധീനിക്കാനുള്ള ശേഷി പൊളിറ്റിക്കൽ സോവറിനിറ്റിക്കുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ സ്വാധീനിക്കാൻ ജനങ്ങൾക്ക് കഴിയും. കാരണം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പോകുന്നത്. ബ്രിട്ടനിൽ നിയമപരമായ പരമാധികാരം പാർലമെൻറ്റിനാണെങ്കിൽ പോലും ആ പാർലമെൻറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും ആ പാർലമെൻറ്റ് അംഗങ്ങൾ എപ്പോഴും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും പൊളിറ്റിക്കൽ സോവറിനിറ്റി ഏതിൻ്റെ മുകളിൽ വരും? ലീഗൽ സോവറിനിറ്റിയുടെ മുകളിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളിവിടെ പ്രത്യേകം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് എപ്പോഴും പൊളിറ്റിക്കൽ സോവറിനിറ്റി ലീഗൽ സോവറിനിറ്റിക്ക് മുകളിലാണ്. കാരണം എന്താണ്? ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ഇന്ത്യയിൽ നിയമപരമായ പരമാധികാരം പാർലമെൻറ്റിനാണ്. ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടാക്കാനും നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. പക്ഷേ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു നിയമവും പാസ്സാക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് കഴിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പാർലമെൻറ്റിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ താല്പര്യങ്ങൾ ഈ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരും. മനസ്സിലായോ? ഏറ്റവും ചുരുങ്ങിയ അർത്ഥത്തിൽ
പൊളിറ്റിക്കൽ സോവറിനിറ്റി രൂപീകരിക്കുന്നത് സമ്മതിദായക സമൂഹമാണ്, വോട്ടർമാരാണ് എന്നെന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കി വെക്കുക. വോട്ടർമാരുടെ കയ്യിലാണ് പൊളിറ്റിക്കൽ സോവറിനിറ്റി. ഏറ്റവും ചുരുങ്ങിയ അർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സോവറിനിറ്റി ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ വോട്ടർമാരുടെ കയ്യിലാണ്. ഈ വോട്ടർമാരാണ് പാർലമെൻറ്റ് അംഗങ്ങളെ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് അംഗങ്ങൾ എപ്പോഴും ആർക്ക് വിധേയരാണ്? എപ്പോഴും ഈ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടാണ് അവർ പാർലമെൻറ്റിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് എന്നെന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എപ്പോഴും പൊളിറ്റിക്കൽ സോവറിനിറ്റി ലീഗൽ സോവറിനിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സോവറിനിറ്റി എപ്പോഴും എന്തിന് മുകളിൽ വരും? ലീഗൽ സോവറിനിറ്റിക്ക് മുകളിൽ വരുന്ന കാര്യമാണ് എന്നാണ് നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി മൂന്നാമത്തെ പരമാധികാരമാണ് പോപ്പുലർ സോവറിനിറ്റി. അപ്പോൾ എന്താണ് പോപ്പുലർ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ? പോപ്പുലർ സോവറിനിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പൂർണ്ണ പരമാധികാരം നൽകുന്ന ഒരു ചിന്താഗതിയാണ് പോപ്പുലർ സോവറിനിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? പോപ്പുലർ സോവറിനിറ്റി എന്ന് പറയുന്ന കാഴ്ചപ്പാടനുസരിച്ച് പരമാധികാരം പൂർണ്ണമായിട്ടും ആർക്കാണ്? ജനങ്ങൾക്കാണ്, അല്ലേ? അതായത് അടിസ്ഥാനപരമായ അധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ്, അല്ലേ? എല്ലാ അധികാരവും ജനങ്ങളിൽ നിക്ഷിപ്തമാണ് എന്നാണ് പോപ്പുലർ സോവറിനിറ്റിയിൽ പറയുന്നത്. അതായത് ഭരണാധികാരികളെ ഭരണത്തിൽ കയറ്റാനും ഭരണാധികാരികളെ ഭരണത്തിൽ നിന്ന് ഇറക്കാനും എല്ലാറ്റിനുള്ള പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. അതായത് 16-17 നൂറ്റാണ്ടിൽ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിനെതിരെ ജനങ്ങളുടെ പ്രതിരോധത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജനകീയ പരമാധികാരം എന്ന് പറയുന്ന ആശയം രൂപപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ യൂറോപ്പിൽ 16-17 നൂറ്റാണ്ടുകളിൽ ഏകാധിപത്യ ഭരണത്തിനെതിരെ വന്ന പ്രസ്ഥാനങ്ങളുടെ ഫലമായിട്ടാണ് പോപ്പുലർ സോവറിനിറ്റി എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് പോപ്പുലർ സോവറിനിറ്റി മാറി. ഇപ്പോൾ റൂസോയെ പോലുള്ള ചിന്തകന്മാർ ഈ പോപ്പുലർ സോവറിനിറ്റി ജനകീയ പരമാധികാരം എന്ന് പറയുന്ന ഒരു ആശയത്തെ ഉയർത്തിക്കാട്ടിയ ചിന്തകന്മാരാണ് എന്നെന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. 19-ാം നൂറ്റാണ്ടിൽ ജനാധിപത്യത്തിൻ്റെ വളർച്ചയോടുകൂടി ജനങ്ങൾ രാഷ്ട്രീയ അധികാരത്തിൻ്റെ കസ്റ്റോഡിയനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. ഇന്ന് പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിലാണ്. രാഷ്ട്രീയ പരമാധികാരത്തിലൂടെയാണ് ജനകീയ പരമാധികാരത്തിൻ്റെ താല്പര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രകടിപ്പിക്കുന്നത് എന്നെന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. രാഷ്ട്രീയ പരമാധികാരം ഉപയോഗിച്ചിട്ടാണ് ജനങ്ങൾ അവരുടെ പരമാധികാരം എന്ത് ചെയ്യുന്നത്? പ്രകടിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ പോപ്പുലർ സോവറിനിറ്റിയുടെ സിദ്ധാന്തത്തിൽ ചില അവ്യക്തതകൾ നമുക്ക് കാണാൻ പറ്റും. പോപ്പുലർ സോവറിനിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചപ്പാടിൽ ചില അവ്യക്തതകളുണ്ട്. അതെന്താണെന്നുള്ളത് പറയാം. പോപ്പുലർ സോവറിനിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവ്യക്തത എന്താണെന്ന് ചോദിച്ചാൽ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പറയുന്നുണ്ട്. ഏത് ജനങ്ങൾക്കാണെന്ന് പറയുന്നില്ല. മനസ്സിലായോ? ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറയുമ്പോഴും ഏത് ജനങ്ങൾക്കാണ് പരമാധികാരം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ജനകീയ പരമാധികാരി ആരാണെന്നുള്ളത് വ്യക്തമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജനകീയ പരമാധികാരി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പരമാധികാരം എന്ന് പറഞ്ഞാൽ ഏത് തരം ജനങ്ങൾക്കാണ് പരമാധികാരം ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ അസംഘടിതവും അനിശ്ചിതവുമായ ആകെ ജനങ്ങൾ, മൊത്തം ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറയാം. ഒരു രാജ്യത്തെ മൊത്തം ജനങ്ങൾക്ക് പരമാധികാരം ഉണ്ടെന്ന് ഒന്നുകിൽ പറയേണ്ടി വരും. അല്ലെങ്കിലോ സമ്മതിദായക സമൂഹം, അതായത് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് പരമാധികാരം എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ പരമാധികാരം ആർക്കാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിൽ ചില അവ്യക്തതകളുണ്ട്. ഒരു രാജ്യത്തെ മൊത്തം ജനങ്ങൾക്ക് പരമാധികാരം ഉണ്ടോ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ വോട്ടർമാർക്ക് മാത്രമാണോ പരമാധികാരം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരമാധികാരത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും നന്ദി, നമസ്കാരം.